നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവം സമഗ്ര അന്വേഷണം വേണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജിന് കത്ത് നൽകി. മരണപ്പെട്ട നിയ ഫൈസലിന്റെ വീട്ടിൽ മന്ത്രി സന്ദർശിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി വള്ളക്കടവ് സ്വദേശി ഷാജു സക്രിയാണ് മരിച്ചത്. കൊല്ലം കുന്നറ നഗിലയിലായിരുന്നു അപകടം. പോയ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചിതറ സ്വദേശി അഭയനെയാണ് കാണാതായത്. ബാഗുമായി കുട്ടി പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു. അഞ്ചൽ കരുക്കോണിൽ തെരുവുനായ ആക്രമണം. 7 പേർക്ക് പരിക്ക്. മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മരണപ്പെട്ട നിയ ഫൈസലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പേവിഷബാധയേറ്റ് മരണപ്പെട്ട കുന്നിക്കോട് സ്വദേശിനി നിയ ഫൈസലിന്റെ കുടുംബത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. നിയ ഫൈസലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രി ചെന്നപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കും കൂടെ പോയ ബന്ധുക്കൾക്കും ഒരു മോശാനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏപ്രിൽ 8-ാം തീയതി അത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ വകുപ്പ് മന്ത്രിയെ അറിയിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഒരു അന്വേഷണം അടിയന്തരമായി നടത്തിക്കും. ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കും. പേവിഷബാധയേറ്റ് 7 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കെ ബി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ ബി ഗണേഷ് കുമാർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്ത് നൽകും. ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. കാരണം കുഞ്ഞിന് അപ്പോഴുണ്ടായ ഒരു സമീപനം അവർ പറയുന്നത് കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഇതിൽ അന്വേഷണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്ത് നൽകുകയും അടിയന്തര അന്വേഷണം നടത്താമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ മരുന്ന് കൊടുത്തു. പക്ഷെ മരുന്നിന് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കുഞ്ഞിന്റെ ശരീരത്തിൽ ഈ പ്രതിരോധ ശേഷി വന്നിരുന്നു. പക്ഷെ ചെറിയ കുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ അത് ഈ ചെന്ന സമയത്തുള്ള ഈ മുറിവിനെയും കുഞ്ഞിനെയും കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് ഏപ്രിൽ 8-ാം തീയതി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു പരാതിയുണ്ട് കുടുംബാംഗങ്ങൾക്ക്. അത് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടും. ഈ മാസം 5-നാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചത്. കഴിഞ്ഞ മാസം 8-നായിരുന്നു വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തെരുവ് നായ ആക്രമിച്ചത്. എല്ലാ പ്രതിരോധ വാക്സിനും എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ മാസം 1-നാണ് SATയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത്. നായയുടെ കടിയേറ്റ ഉടനെ കുട്ടിക്ക് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളെല്ലാം നൽകിയിരുന്നെന്ന് മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ട്യൂഷന് പോയ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചിതറ സ്വദേശി 14 വയസ്സുള്ള അഭയനെയാണ് കാണാതായത്. ബാഗുമായി കുട്ടി പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിതറ സ്വദേശി 14 വയസ്സുള്ള അഭയനെയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസം മുതലാണ് കുട്ടിയെ കാണാതായത്. ബാഗുമായി കുട്ടി പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ട്യൂഷൻ സെന്ററിൽ പോകാനാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് കുട്ടിയെക്കുറിച്ച് യാതൊരുവിധ സൂചനകളും ലഭിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 20 ലിറ്റർ വാറ്റ് ചാരായുമായി 2 പേരെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ഷാജഹാൻ, മണൽവട്ടം സ്വദേശി പ്രസന്നൻ എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടിച്ചെടുത്തത്. ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ AK രാജേഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായവുമായി 2 പേരെ പിടികൂടിയത്. ഇട്ടിവ മണൽവെട്ടം തേക്കൻ ഭാഗത്ത് ഷാജഹാൻ എന്നയാളുടെ വീട്ടിൽ നിന്നും കച്ചവടത്തിനായി സൂക്ഷിച്ച ചാരായമാണ് പിടികൂടിയത്.
നെടുമങ്ങാട് സ്വദേശി ഷാജഹാൻ, ഇട്ടിവ മണൽവെട്ടം ഇഞ്ചിമുക്ക് സ്വദേശി പ്രസന്നൻ എന്നിവരാണ് അറസ്റ്റിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ ഷാജി, ജി ഉണ്ണികൃഷ്ണൻ, CPOമാരായ ബിനേഷ് ടി, സനൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ എ സബീർ, ജയേഷ്, ചന്തു, നന്ദു എസ് സജീവൻ, രാഹുൽ, അർജുൻ, താബു എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ. പുത്തൂർ തേവലപ്പുറം കുഴക്കാട് തോട്ടത്തിൽ പുത്തൻ വീട്ടിൽ അത്തു പ്രദീപാണ് പിടിയിലായത്. കഴിഞ്ഞ 25-നാണ് കേസിനാസ്പദമായ സംഭവം. പവിത്രേശ്വരം മലനട ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി നടന്ന തർക്കത്തിൽ പവിത്രേശ്വരം മുരുകാലയം വീട്ടിൽ ശ്രീരാജിനെ വീട്ടുമുറ്റത്ത് വെച്ച് വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആസാമിലെ ഗുവാഹത്തിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. തെരുവ് നായയുടെ തല കാറിന്റെ ഫോഗ് ലാമ്പിൽ കുടുങ്ങി. രക്ഷകരായി എത്തിയത് അഗ്നിശമന സേന. കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോഗ് ലാമ്പിലാണ് നായയുടെ തല കുടുങ്ങിയത്. കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോഗ് ലാമ്പിലാണ് നായയുടെ തല കുടുങ്ങിയത്. വീട്ടുമുറ്റത്ത് കിടന്ന കാറിന്റെ ഫോഗ് ലാമ്പിൽ നായയുടെ തല കുടുങ്ങിക്കിടക്കുന്നത് രാവിലെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കായംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫോഗ് ലാമ്പ് പൊളിച്ച് നായയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നായയുടെ തല പുറത്തെടുത്തത്. തുടർന്ന് നായ ഓടി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശാസ്താംകോട്ട കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിൽ 3 ദിവസമായി നടന്ന ഫെഡറേറ്റഡ് ഇന്റർനാഷണൽ ചെസ് മത്സരം സമാപിച്ചു. പുതുച്ചേരി സ്വദേശി മതിയഴകൻ 8 പോയിന്റോടെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. കേരള താരങ്ങളായ അഖിൽ SM, അതുൽ കൃഷ്ണ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ശാസ്താംകോട്ട കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിൽ നടന്നുവന്ന ഫെഡറേറ്റഡ് ഇന്റർനാഷണൽ ചെസ് മത്സരത്തിന് സമാപനമായി. ഇവിടെ എത്തിയിട്ടുള്ളവർ വിജയിച്ചവർ മാത്രമല്ല, പരാജയപ്പെട്ടവർ ഇനിയും വലിയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും അതേപോലെ തന്നെ ശാസ്ത്രീയമായ ട്രെയിനിങ്ങും ഒക്കെ നേടി ഈ രംഗത്ത് ഉന്നതമായ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ ആവേശത്തോടെ പറയാം, ഇന്ന് ചെസ് എന്ന കായിക മേഖലയിൽ ലോക നിലവാരത്തിലേക്ക് ഉയരുന്ന കൗമാരപ്രായക്കാരായ നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം ആവേശമാണ്. പത്രമൊക്കെ വായിക്കുമ്പോൾ, ചാനലുകളിൽ സ്പോർട്സിൻ്റെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരായി മാറുന്നു എന്നുള്ളത് നമുക്ക് ആവേശമാണ്. പുതുച്ചേരി സ്വദേശി മതിയഴകൻ 8 പോയിന്റോടെ ചാമ്പ്യൻസ് പട്ടം കരസ്ഥമാക്കി. കേരള താരങ്ങളായ അഖിൽ SM, അതുൽ കൃഷ്ണ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ സമ്മാനദാനം നിർവഹിച്ചു. 4 ലക്ഷത്തോളം രൂപ വിവിധ കാറ്റഗറികളിലായി സമ്മാനങ്ങൾ നൽകി. സമ്മാനദാന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശ്, സെനറ്റ് അംഗം ഡോക്ടർ അജേഷ് SR, അനിയൻ നമ്പൂതിരി, R അരുൺകുമാർ, ഡോക്ടർ അരുൺ C നായർ, PG ഉണ്ണികൃഷ്ണൻ, രാജേന്ദ്രൻ പിള്ള, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുനാഗപ്പള്ളി നൈറ്റ് ചെസ് അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തിയ ടൂർണമെന്റിൽ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി വള്ളക്കടവ് സ്വദേശി ഷാജു സക്കറിയാണ് മരിച്ചത്. കൊല്ലം കുണ്ടറ നല്ലിലയിലായിരുന്നു അപകടം. ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അതേ ബസ് വയോധികന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നല്ലില ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. അഞ്ചാലുമൂട്ടിൽ നിന്ന് കൊല്ലം വെളിയം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നല്ലിലയിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു ഷാജു സക്രിയ. നല്ലില ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം ബസിന്റെ ഇടതുവശത്തുകൂടി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ് ഇടിക്കുകയായിരുന്നു. വെളിയത്തേക്ക് പോകുന്നതിനായി ആൽമാവുമുക്ക് നല്ലില റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ ബസ് ഷാജു സക്രിയെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ ഷാജു സക്രിയയുടെ ശരീരത്തിലൂടെ ബസിന്റെ മുൻചക്രം കയറി ഇറങ്ങി. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഓമനയാണ് ഭാര്യ. ഷൈനി, ഷൈജു, ഷീജ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
തെരുവുനായ അക്രമത്തിൽ 7 പേർക്ക് പരിക്ക്. അഞ്ചൽ കരിക്കോണിനടുത്തായിരുന്നു സംഭവം. പരിക്കേറ്റ 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. അലയമൺ പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് കരുകോൺ. കരുകോണിലെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. സന്ധ്യ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കരുകോണിൽ. അതുപോലെ തന്നെ പ്രഭാത സവാരിക്കാർ എല്ലാവരും ഇതിൻ്റെ ഭീഷണി അനുഭവിക്കുന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ സത്വരമായ നടപടി, ഈ തെരുവുനായ ശല്യത്തിനെതിരെ സത്വരമായ നടപടി എടുക്കേണ്ടതാണ്. അഞ്ചൽ കരുകോൺ ടൗണിൽ മദ്രസയിൽ പോയ ഒരു വിദ്യാർത്ഥിയടക്കം 7 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കരുകോൺ സ്വദേശികളായ ജോയ്, ബൈജു, ഗോപി, അബ്ദുൾ വാഹിദ് 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേർക്കാണ് കടിയേറ്റത്. ബൈജുവിനെ കടിച്ച് തള്ളിയിട്ട ശേഷം മുഖത്തും ദേഹത്തും നായ കടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നാട്ടുകാരെ കടിച്ച തെരുവുനായ നിരവധി മറ്റ് തെരുവുനായകളെ കടിച്ച ശേഷം വീണ്ടും നാട്ടുകാരെ കടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തെരുവുനായയെ വിരട്ടിയോട്ടിക്കുകയായിരുന്നു. തെരുവുനായ ശല്യത്തിന് നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഇന്ന് 7 പേരെയാണ് തെരുവുനായ കടിച്ചിരിക്കുന്നത്. തെരുവുനായ എന്ന് പറഞ്ഞാൽ ഒരു പേയുള്ള നായാണ് ഇത് കടിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾക്ക് സംശയമുള്ളത്. ജനങ്ങൾ ഒരുപാട് പേരെ ഇത് ആക്രമിക്കാൻ ശ്രമിച്ചു. ഞങ്ങളൊക്കെ വാഹനത്തിനുള്ളിലായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെയും കുടുംബശ്രീ ADS വാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. 17ഓളം കൈകൊട്ടിക്കളി സംഘങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെയും കുടുംബശ്രീ ADS വാർഷികാഘോഷത്തിന്റെയും ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 17ഓളം കൈകൊട്ടിക്കളി സംഘങ്ങൾ പങ്കെടുത്തു. മയ്യനാട് വെള്ളമണൽ സ്കൂൾ അങ്കണത്തിലാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. കലാകാരി RLV മഞ്ജു, ഹർലാൽ എന്നിവർ വിധികർത്താക്കളായി. മത്സരം കാണാനും ആസ്വദിക്കാനും നിരവധി ആളുകൾ എത്തിയിരുന്നു. കൈകൊട്ടിക്കളിയുടെ ഫലപ്രഖ്യാപനവും സമ്മാനദാനവും 14-ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് J. ഷാഹിദ നിർവഹിക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററും 15-ാം വാർഡ് അംഗവുമായ മയ്യനാട് സുനിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിലെ പ്രധാന പാതകൾ മാത്രമല്ല, ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ വരെ മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കോന്നിയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി കണ്ടെത്തിയ മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റോഡുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങി സമസ്ത മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നതിനും സർക്കാർ ഏറെ പ്രാധാന്യം നൽകി. ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രി, ചിറ്റാർ സർക്കാർ സ്കൂളിന്റെ കെട്ടിടം തുടങ്ങി നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം വികസന കാര്യങ്ങൾ നടക്കുകയാണ്. കോന്നി വളരെ വലിയൊരു മണ്ഡലമാണ്. പഴയ കോന്നി ചിറ്റാറും സീനത്തോട് ഉൾപ്പെടുന്നതല്ല. ഞങ്ങളുടെ ശബരിമലയുടെ തൊട്ട് താഴെ തുടങ്ങി ഇങ്ങനെ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഈ മണ്ഡലത്തിൽ റോഡുകളൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള റോഡുകളാണ് മഹാഭൂരിപക്ഷം റോഡുകളും. ആ തരത്തിലേക്ക് റോഡുകളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. കേരളത്തിലെ പോലെ ഓരോ ഉൾപ്രദേശങ്ങളിലും ഇത്രയും ആധുനിക നിലവാരത്തിലുള്ള റോഡ് വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ബഹുമാനത്തോടെ എടുത്തു പറയാൻ പറ്റും. കോന്നിയിലും അത് അങ്ങേയറ്റം വികസിതമായിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാര്യം കോന്നി മെഡിക്കൽ കോളേജ്. കോന്നി മെഡിക്കൽ കോളേജ് മുൻപ് ഉദ്ഘാടനം ചെയ്തു, പക്ഷേ ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്നില്ല. ക്ലിനിക്കൽ പരിശോധനയ്ക്ക് പോലും അവസരം ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ്. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ 1000-ഓളം വേണം സ്റ്റാഫ്, 1000-ഓളം പേര് വേണം ഒരു മെഡിക്കൽ കോളേജിൽ. ഏറ്റവും മിനിമം 1000-ഓളം സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. അവിടെ ആധുനികമായ സൗകര്യം വന്നു. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജ് നടക്കുന്നത്. നഴ്സിംഗ് കോളേജ് മാത്രമല്ല, ഫുഡ് സേഫ്റ്റി സംബന്ധിച്ച ലാബുണ്ട് ഇവിടെ. പോസ്റ്റ് ഗ്രേഡ് ഉണ്ടായിരിക്കുകയാണ്. ഈ ധനകാര്യമന്ത്രിമാരും ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിക്കുന്നത് ഈ പോസ്റ്റ് ഗ്രേഷന്റെ കാര്യത്തിലാണ്. കാരണം പോസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത വരും. ഇന്ത്യ രാജ്യത്ത് പോസ്റ്റുകൾക്കും അധികം ഫില്ല് ചെയ്യുന്നില്ല.
പട്ടാളത്തിൽ ഉൾപ്പെടെ കോൺട്രാക്റ്റാണ്. 12 ലക്ഷത്തോളം വേക്കൻസി കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞു കിടക്കുകയാണ്. 32 ലക്ഷം വേക്കൻസി സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ 10 പുതിയ മെഡിക്കൽ കോളേജാണ് ഈ ഘട്ടത്തിൽ തുടങ്ങി അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് പോലെയുണ്ടായി, നഴ്സിംഗ് കോളേജ് വന്നു, മറ്റനുബന്ധ സൗകര്യങ്ങൾ വന്നു. ഓരോ സ്ഥലത്തും കണ്ണൂരിൽ ഞങ്ങൾ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെയും ധാരാളം പ്രൊജക്ടുകളുടെ ഉദ്ഘാടനമാണ്, ധാരാളം പുതിയ സംവിധാനങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങളെല്ലാം വരും. ഇങ്ങനെ മോദി മണ്ഡലത്തിൽ വലിയ വികസനം വന്നിട്ടുണ്ട് എന്നുള്ളത് MLA-യുടെയും ഈ നാട്ടിലെ എല്ലാവരുടെയും ചേർന്ന പ്രവർത്തനത്തിന്റെ അഭിമാനകരമായ ഉദാഹരണമാണ്. അത് നടത്തി കൊടുക്കുവാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇതേപോലെ വികസനം നടക്കുകയാണ്. ചിറ്റാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കോന്നി MLA-യുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ആംബുലൻസ്, ചിറ്റാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് എന്നിവയുടെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി നിർമ്മിക്കാൻ 2 ഏക്കർ സ്ഥലം സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ പ്രമുഖ വ്യവസായി ഡോക്ടർ വർഗീസ് കുര്യനെ മന്ത്രി ആദരിച്ചു. ചിറ്റാറിലെ ഡിജിറ്റൽ സർവേ നടപടികളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ KG മുരളീധരൻ, കൺവീനർ TK സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നിർമ്മാണം പൂർത്തിയാകാതെ ശാസ്താംകോണം കുടിവെള്ള പദ്ധതി 3 കൊല്ലം മുൻപ് പണം അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയെങ്കിലും പദ്ധതി പാതി വഴിയിലാണ്. ബൂസ്റ്റർ ടാങ്ക് നിർമ്മിക്കാൻ ഭൂമി വിട്ടുകിട്ടാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണം. 150ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. പുനലൂർ നഗരസഭയിൽ ഏറ്റവും അധികം ജലക്ഷാമം നേരിടുന്ന വാർഡുകളിലൊന്നായ ശാസ്താംകോണത്തിന് വേണ്ടി 2021-22 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പദ്ധതിയാണിത്. പുനലൂർ MLA-യും മന്ത്രിയുമായിരുന്ന കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയും നഗരസഭയുടെ വിഹിതമായ 40 ലക്ഷം രൂപയും ചേർത്ത് മൊത്തം 70 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ. കല്ലടയാറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത പുനലൂർ ജലവിതരണ പദ്ധതിയുടെ കുഴലുകൾ വഴി വാർഡുകളിലെത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ശാസ്താംകോണം കുന്നംപുറത്ത് സംഭരണിയുടെ നിർമ്മാണവും തുടങ്ങിയിരുന്നു. കല്ലടയാറിനോട് ചേർന്ന ശിവൻകോവിൽ കടവിൽ ബൂസ്റ്റർ ടാങ്ക് നിർമ്മിച്ചാലേ വളരെ ഉയരത്തിലുള്ള വാർഡിൽ വെള്ളം എത്തിക്കാനാകൂ. ഇതിനായി തൃക്കോതേശ്വരം ക്ഷേത്രത്തിന് സമീപം കല്ലടയാറിനോട് ചേർന്ന് 2.50 സെന്റ് ഭൂമി ഉപയോഗിക്കാൻ 2022 ഡിസംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയിരുന്നു. പ്രതിമാസം 1875 രൂപ വാടക നിശ്ചയിച്ചാണ് സ്ഥലം അനുവദിച്ചത്. എന്നാൽ വാടക ഒഴിവാക്കിയോ കുറച്ചോ ഭൂമി നഗരസഭയ്ക്ക് വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദ് ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾ ദേവസ്വം ബോർഡിന് വാടക നൽകുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. പക്ഷേ 2 വർഷത്തോളമായും അന്തിമ തീരുമാനമായിട്ടില്ല. ഇതാണ് പദ്ധതി വൈകാൻ പ്രധാന കാരണം. കുന്നുംപുറത്ത് 2023 സെപ്റ്റംബറിൽ ആരംഭിച്ച സംഭരണി നിർമ്മാണവും 1.5 വർഷത്തിനു ശേഷവും പൂർത്തിയായിട്ടില്ല. 15 മീറ്റർ ഉയരവും 30,000 ലിറ്റർ സംഭരണ ശേഷിയുമുള്ള സംഭരണി നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് CR മഹേഷ് MLA അറിയിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. TS കനാലിന് കുറുകെ ബോസ്ട്രിംഗ് മാതൃകയിൽ പാലത്തിന്റെ സെൻട്രൽ പ്ലാൻ രൂപരേഖ പുതുക്കി പരിഷ്കരിച്ച് സമർപ്പിച്ചിരുന്നു. കാട്ടിൽക്കടവ് ഭാഗത്ത് 25 മീറ്റർ വരുന്ന 3 സ്പാനുകളും 12.5 മീറ്റർ വരുന്ന 3 സ്പാനുകൾ നിർമ്മിച്ച് നീളം പരമാവധി റോഡിൽ എത്തുന്ന തരത്തിലാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. റോഡ് നിർമ്മാണത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ഓട കടന്നുപോകുന്നതിനാൽ ഇൻലാൻഡ് നാവിഗേഷന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് മുൻനിർത്തി വീണ്ടും 2 മീറ്റർ ഉയരത്തിലും 15 മീറ്റർ നീളത്തിലും അധികമായിട്ട് പാലം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് പരിഷ്കരിച്ചു. പാല നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടപ്പോൾ CR മഹേഷ് MLA അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയും എസ്റ്റിമേറ്റിൽ ആവശ്യമായ ഭേദഗതി വരുത്തുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം 44.49 കോടി രൂപയുടെ അന്തിമ ഭരണാനുമതിക്കായി കിഫ്ബിയിൽ സമർപ്പിച്ചു. തുടർന്നാണ് കാട്ടിൽക്കടവ് മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് കിഫ്ബി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. തുടർന്ന് നടപടികൾ ആരംഭിച്ചു. 5 കമ്പനികൾ ടെൻഡർ സമർപ്പിക്കുകയും ചെയ്തു. വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയ ടെൻഡർ അംഗീകരിച്ചു. നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ അംഗീകാരത്തിനായി നൽകി. ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും CR മഹേഷ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
പന്നിയുടെ അക്രമത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. ശൂരനാട് തെക്ക് കിടങ്ങയം സ്വദേശി ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണ്. പന്നിയുടെ ആക്രമണത്തിലാണ് വീട്ടമ്മയ്ക്ക് പരിക്ക് പറ്റിയത്. ശൂരനാട് തെക്ക് പഞ്ചായത്തിൽ കിടങ്ങയം വടക്ക് 16-ാം വാർഡിൽ വെരൂർ ശശിമന്ദിരത്തിൽ ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിൽ വെച്ച് പന്നി ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പന്നി വന്ന് കുത്തിയിട്ട് മറിഞ്ഞു വീണ് 8 കുത്തിക്കെട്ടുണ്ട്. പന്നിയും പട്ടിയുടെ ദൂഷ്യമാണ്. രാത്രിയിലും പകലും ആൾക്കാർക്ക് നടക്കാൻ പറ്റത്തില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ അക്ക തൂത്തോണ്ട് നിന്നത്. അത് അന്നേരം അതിനെ കണ്ടത്. അത് അക്ക നോക്കിയപ്പോൾ ഉണ്ട് വീണ് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. വീണ് ഭയങ്കരമായിട്ടൊരു മുറിവാ അത്. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി കൂട്ടത്തോടെ വരുന്ന നമുക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ. രാത്രി ആകുമ്പോൾ കാണാൻ പറ്റത്തില്ല ഏത് വലുത്തോടെ കൂട്ടത്തോടെ വരുന്നുണ്ടെന്ന്. പക്ഷെ കൂട്ടത്തോടെ ഉണ്ട് ഇവിടെ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കണ്ട ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. കൂട്ടത്തോടെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിനകത്തല്ലോ ഇഷ്ടംപോലെ പന്നികളാണ്. പെരിങ്ങാടിയില്ല അതിൻ്റെ സ്റ്റാർട്ടിങ്. പന്നിശല്യത്തിനെതിരെ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പന്നിശല്യം രൂക്ഷമായതോടെ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തെരുവ് നായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് 15-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന സന്ദേശമുയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അനുദിനം തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് നമ്മുടെ ഒത്തിരിയേറെ സഹോദരങ്ങൾ വളരെ ദാരുണമായ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗങ്ങളെ അല്ലാതെ ഇതുപോലെ ഉള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനൊക്കെയുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ പേരിൽ തന്നെ IAS ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അത്തരം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യമാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണല്ലോ പറയാനുള്ളത്. ചീഫ് സെക്രട്ടറി മുതൽ DGP വരെയുള്ള ആളുകൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കഞ്ഞിപ്പുര, ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം. മെയ് 15 മുതൽ ജൂൺ 15 വരെ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മാഖിയിൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി BR ഭദ്രൻ, ബിജു സാരംഗി, റിയാസ് പുലരിയിൽ, KN അനിരുദ്ധൻ, അൻഷാദ് അരൂർ, G അനിൽകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവം സമഗ്ര അന്വേഷണം വേണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജിന് കത്ത് നൽകി. മരണപ്പെട്ട നിയ ഫൈസലിന്റെ വീട്ടിൽ മന്ത്രി സന്ദർശിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി വള്ളക്കടവ് സ്വദേശി ഷാജു സക്രിയാണ് മരിച്ചത്. കൊല്ലം കുന്നറ നഗിലയിലായിരുന്നു അപകടം. ട്യൂഷന് പോയ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചിതറ സ്വദേശി അഭയനെയാണ് കാണാതായത്. ബാഗുമായി കുട്ടി പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു.
അഞ്ചൽ കരുക്കോണിൽ തെരുവുനായ ആക്രമണം 7 പേർക്ക് പരിക്ക്. മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.